ഹായ് ഓൾ. അപ്പോൾ ഇന്ന് നമുക്ക് ബോക്സ് ചെയിൻ സ്റ്റിച്ച് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്ന് കാണാം. അതിനായിട്ട് 2 ലൈനാണ് വരച്ചിട്ടുള്ളത്. അപ്പോൾ ബോക്സ് ചെയിൻ എന്ന് പറയുമ്പോൾ അതൊരു ബോക്സ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അത് എങ്ങനെയാണ് ഇരിക്കും എന്നുള്ളത് ഞാനൊന്ന് വരച്ച് കാണിച്ചു തരാം. ആദ്യം താഴേന്ന് മുകളിലോട്ട് ചരിച്ചിട്ട് ഒരു ലൈൻ, എന്നിട്ട് മുകളിൽ സ്ട്രൈറ്റ് ലൈൻ, എന്നിട്ട് വീണ്ടും ചരിച്ചിട്ടുള്ള ലൈൻ, താഴെ വീണ്ടും സ്ട്രൈറ്റ് ലൈൻ, അതുപോലെ മുകളിലോട്ട് ചരിച്ച് ഇങ്ങനെയാണ് ആ ബോക്സ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതിൻ്റെ താഴത്തെ ഭാഗം ഞാൻ നിങ്ങൾക്ക് വരച്ച് കാണിച്ചു തരാം. ആദ്യം ഇങ്ങനെ ചരിച്ചിട്ട് ലൈൻ, എന്നിട്ട് സ്ട്രൈറ്റ് ലൈൻ, വീണ്ടും ചരിച്ചിട്ട് ലൈൻ, അത് കഴിഞ്ഞിട്ട് സ്ട്രൈറ്റ് ലൈൻ, അങ്ങനെയാണ് അത് താഴത്തേക്ക് നമ്മൾ വരഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഇതൊരു ഹെക്സഗൻ ആണ്. അപ്പോൾ ഈ ഹെക്സഗൻ്റെ ഹാഫ് പാർട്ടാണ് നമ്മൾ ബോക്സ് സ്റ്റിച്ചിൽ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതെങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്ന് നമുക്ക് കാണാം. ആദ്യം താഴെ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് ഒരു ലോക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. എന്നിട്ട് താഴേന്ന് മുകളിലോട്ട് ചരിച്ച് ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ സിഗ്സാഗ് സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ ഇങ്ങനെ ഒന്ന് വലിച്ചു കൊടുക്കണം. അപ്പോൾ അത് കറക്റ്റായി നിൽക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങോട്ട് സ്ട്രൈറ്റായിട്ട് ഒരു സ്റ്റിച്ച് കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇങ്ങോട്ടൊന്ന് വലിച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് താഴെ നമ്മൾ ഇതുപോലെ ചരിച്ച് നെക്സ്റ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് താഴെ ഇങ്ങനെ നേർക്കൊരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം മുകളിലത്തെ ലൈനിലോട്ട് ചരിച്ചിട്ടൊരു സ്റ്റിച്ച് ചെയ്യണം. അതിനുശേഷം മുകളിലത്തെ ലൈനിൽ സ്ട്രൈറ്റായിട്ടൊരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. അതിനുശേഷം മുകളിൽ നിന്ന് താഴോട്ട് ചരിച്ച് സ്റ്റിച്ച് ചെയ്യണം. ഇങ്ങനെ മാറി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഓരോ പ്രാവശ്യവും നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഏത് വശത്താണോ സ്റ്റിച്ച് ചെയ്യുന്നത് ആ വശത്തിലോട്ടൊന്ന് വലിച്ചെടുത്തിട്ട് വേണം അടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. നിങ്ങൾക്കിത് കറക്റ്റായിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ആദ്യം നിങ്ങൾക്കൊന്ന് വരച്ച് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ പുറത്തുകൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. എന്തെന്ന് വെച്ചാൽ നമ്മളിത് സ്റ്റിച്ച് ചെയ്യുന്നത് ഫുള്ളും ചെയിൻ സ്റ്റിച്ചാണ്. ആരി വർക്ക് പഠിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഞാൻ എൻ്റെ ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് അത് നോക്കി പഠിക്കാവുന്നതാണ്. ഹാൻഡ് എംബ്രോയ്ഡറി വീഡിയോസും ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഓൺലൈനിൽ പഠിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്താൽ മാത്രം മതി. ഇനി നമുക്കിതിൽ എൻഡ് നോട്ട് ഇട്ട് കൊടുത്ത് സ്റ്റോപ്പ് ചെയ്യാം. ഇത് നമുക്ക് ബ്ലൗസിൽ നെക്കിലും സ്ലീവിലും ഒക്കെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇങ്ങനെ സ്റ്റോൺ നമുക്ക് വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. സ്റ്റോണ്, സീക്വൻസ്, ബീഡ്സ് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് എടുക്കാം. അതുപോലെ ഒരു സൈഡ് വേണമെങ്കിൽ ഒരു സൈഡ്, 2 സൈഡും ആണെങ്കിൽ 2 സൈഡും വയ്ക്കാവുന്നതാണ്.